അവരോടൊക്കെ കഴിഞ്ഞ സെപ്റ്റംബറിൽ മാർക്കറ്റ് പീക്കിലാണ്, വിൽക്കാൻ പറയുമ്പോൾ അവരെന്താ പറയാന്നറിയോ? ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ നല്ല സ്റ്റോക്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ അവരുടെ കോൺഫിഡൻസ് കുറഞ്ഞു വരുന്നില്ലേ? അന്നത്തെ കോൺഫിഡൻസ് ഇന്ന് അവർക്കില്ല. പലർക്കും ആവറേജ് ചെയ്യാൻ പോയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് നോക്കാൻ തന്നെ പേടിയാണ്. ഈ സെക്ടറുകളൊക്കെ പിടിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ നമ്മൾ മറ്റു സെക്ടറുകളുടെ അവസ്ഥ എന്താണ്? ഭയങ്കരമായിട്ടുള്ള കറക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23,000 താഴേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറച്ചും കൂടി വലിയ താഴെയാണ് അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ. സോ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയേണ്ടി വരുമോ? പോർട്ട്ഫോളിയോയിലേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നോക്കുമ്പോൾ നെഞ്ചിന്ന് ഒരാളലാണ്. എല്ലാം അങ്ങോട്ട് ചുമപ്പ് ഇഷ്ടമുള്ള കളറായിരുന്നു, പക്ഷെ ഇപ്പം തീരെ ഇഷ്ടമില്ലാത്ത കളറായി മാറിയിരിക്കുകയാണ്. എന്താണ് ഗൈസ് മാർക്കറ്റിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയൊക്കെ നമ്മൾ പിടിച്ചെടുത്താൻ നോക്കിയിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പിടിയും തരാതെ അട്ടപടലം പൊട്ടി വീണുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിലൊരു സൊല്യൂഷൻസ് ഉള്ളത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ കാര്യം ഇൻഫ്ലുവൻസിങ് കൊടുത്താൽ എല്ലാ യൂട്യൂബ് ചാനലും പോസിറ്റീവായിട്ടൊരു ഇൻഫ്ലുവൻസിങ് കൊടുത്തേക്ക് പോസിറ്റീവ്. ആക്ച്വലി ഈ കാര്യമാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ട്രേഡ് ടോക്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എല്ലാവരും പോസിറ്റീവ് കേൾക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതത്ര ആളുകൾക്ക് സ്വീകാര്യത ആയിരുന്നില്ല. സെപ്റ്റംബറിലും ഒക്ടോബറിലും മാർക്കറ്റിൽ വലിയ കറക്ഷൻ വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിൽ നിങ്ങൾ ഒരു 30-40% ക്യാഷ് ആയിട്ടിരിക്കൂ. മാർച്ച് 20 വരെയെങ്കിലും, ഞാൻ ഈ ഡേറ്റ് സ്പെസിഫിക് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർച്ച് 20 വരെയെങ്കിലും ഒരു 21,500 21,000 വരെയെങ്കിലും നിഫ്റ്റി കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മൾട്ടിപ്പിൾ പോഡ്കാസ്റ്റുകളിൽ മൾട്ടിപ്പിൾ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഡൽഹി ഇലക്ഷനും റിപ്പോ റേറ്റ് കുറച്ചതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് കറക്ഷൻ നിൽക്കും എന്ന് തോന്നുന്നില്ല, എന്നാൽ ഒരു വലിയ ഫാളിൽ നിന്ന് ഒരു 21,000 ഒക്കെ പോകേണ്ട ഒരു മാർക്കറ്റിനെ ഒരു പക്ഷെ ഒരു 22,000 ഒരു ബോട്ടം ഔട്ട് ചെയ്യിപ്പിക്കാൻ ഈ ചേഞ്ചസിന് കൊണ്ട് സാധിക്കും. കുറച്ച് മണി ഫ്ലോ മാർക്കറ്റിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഗ്ലോബൽ നോക്കുകയാണെങ്കിൽ കുറേ റീസൺസ് ഉണ്ട്. ട്രംപ് ചൈന വാർ, ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റ്സ്, ഇപ്പോൾ മോദിയും ട്രംപും കാണാൻ പോകുന്നു, ഇങ്ങനെ കുറേ റീസൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിലും ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ, റിയൽ ആയിട്ടുള്ളത്. നമ്മുടെ വാല്യുവേഷൻ ഈസ് ടു ഹൈ എന്നുള്ളതാണ്. ഏത് സ്റ്റോക്കുകളാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. വാല്യുവേഷൻ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ് 10-20. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് തന്നെ പല സ്റ്റോക്കുകളും 20%-ലധികം, മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, 20-25%-ലധികം ചില സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഇപ്പോൾ 4-5 ദിവസം മുമ്പ് നോക്കിയാൽ പോലും മിഡ് ക്യാപ്പിൻ്റെയും സ്മോൾ ക്യാപ്പിൻ്റെയും പി റേഷ്യോ മോർ ദാൻ 30 നിൽക്കുന്നത്. 30 പി റേഷ്യോ ഉള്ള ഒരു സ്റ്റോക്കിൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? മിഡ് ക്യാപ്പിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും വീണ്ടും താഴത്തോട്ട് വരുമ്പോൾ ആവറേജ് കൂട്ടുന്ന സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ബീറിഷ് മാർക്കറ്റോ കറക്ഷൻ മാർക്കറ്റോ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിരിക്കുന്നത് 2021 മുതലുള്ള അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷമുള്ള ബുള്ളിഷ് മാർക്കറ്റുകൾ തന്നെയാണ്. നമ്മുടെ കമൻറ്റുകളിൽ എന്നെ മോശം പറഞ്ഞുകൊണ്ട് ഒക്ടോബർ മുതൽ കമൻറ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അവരിപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകും ബീറിഷ് മാർക്കറ്റ് എന്താണെന്നും കണ്ടിന്യൂസ്ലി ബീറിഷ് മാർക്കറ്റിലോട്ട് മാർക്കറ്റ് പോകുന്നതിൻ്റെ സാഹചര്യം എന്താണെന്നും. 23,000-ൽ 3ാമത്തെ പ്രാവശ്യമാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, 3ാമത്തെ പ്രാവശ്യം. അപ്പോൾ ഇന്ന് ബ്രേക്ക് ചെയ്തിരുന്നു മാർക്കറ്റ്, എന്നിട്ടാണ് തിരിച്ച് ക്ലോസ് ചെയ്തപ്പോൾ തിരിച്ച് അതിൻ്റെ ആ ലെവലിൽ കൊണ്ടുവന്നത്. ഈ 23,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാങ്ക് ഓൾറെഡി വീക്കിലി ലോ ബ്രേക്ക് ചെയ്തതാണ് നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റീടെസ്റ്റ് നടത്തി തിരിച്ചു പോകുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. മിഡ് ക്യാപ്പ് എന്ന് കറക്റ്റ് ചെയ്തത് 3%. പിടിച്ചു നിന്നത് ഇന്ന് കുറച്ചെങ്കിലും പിടിച്ചു നിന്നത് ഐറ്റും ബാങ്കുകളും മാത്രമാണ് നമുക്കറിയാം. റിയാലിറ്റി സെക്ടറൊക്കെ 3% തന്നെ ഹ്യൂജ് കറക്ഷനാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാഷായിട്ട് വെയിറ്റ് ചെയ്യുക, ആവറേജ് ചെയ്യാനൊക്കെ വെയിറ്റ് ചെയ്യുക. മാർച്ച് വരെയെങ്കിലും മാർക്കറ്റിനെ മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രം ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റുകളിലോട്ട് പോവുക. അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1 ലക്ഷം രൂപ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും ഇതാണ് അവസാനം, ഇവിടുന്ന് റിക്കവർ ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. കാരണം 23,000 ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 23,000 താഴേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറച്ചും കൂടി വലിയ താഴെയാണ് അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ.
സോ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയേണ്ട വരുമോ? കാരണം 26,000-ലെത്തിയ സാഹചര്യം ഒന്ന് ആലോചിച്ചു, 27,000 ടച്ച്. അല്ല, ഞാൻ നോക്കിയിരുന്നു, കാരണം ആ ഇലക്ഷൻ ശേഷം ഒരു ഒറ്റപ്പോക്കാണ്. അവിടെ എത്തുന്ന സമയത്ത് എല്ലാവരും ഇക്വിറ്റി എന്ന് പറയുന്ന അസറ്റ് ക്ലാസ്സിനെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ലോസ് വരാത്ത, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട് കയറുമ്പോൾ എന്തെങ്കിലും തിരിച്ച് കയറുമെന്നും വിൽക്കാൻ പറ്റും എന്നുള്ളൊരു രക്ഷയില്ലാത്ത ഹോപ്പ് ഏതൊരു സാധാരണക്കാരന് പോലും വന്നു. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകളും ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് മാർക്കറ്റ് 25,000-ന് മുകളിൽ വന്നപ്പോഴാണ് പറഞ്ഞു കേട്ട്, ഫ്രണ്ട്സ് പറഞ്ഞു കേട്ട് വെറുതെ സ്റ്റോക്സ് വാങ്ങാനൊക്കെ വന്നു. ഇവരൊക്കെ ഏറ്റവും അവസാനം, ഞാൻ ഈ വാക്ക് ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് നെഗറ്റീവ് വന്നിരുന്നു. ഈയാമ്പാറ്റകൾ എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. ഞാൻ ആ വാക്ക് തന്നെ റിപ്പീറ്റ്ലി ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും അന്ന് ഞാൻ ഈ വാക്ക് ഇങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചത്. പറഞ്ഞു കേട്ട് അവസാന സ്ട്രെച്ചിൽ മാർക്കറ്റിൽ വന്ന ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഈയാമ്പാറ്റകളുടെ കൂട്ട് തന്നെയാണ്. അതാണ് ഒരു ബുള്ളിഷ് സൈക്കിളിൻ്റെ ലാസ്റ്റ് ഫേസ്. ഇവരിനി സർവൈവ് ചെയ്യുമോ, ഈ ബീറിഷ് മാർക്കറ്റ് കടന്ന് അടുത്ത ബുൾ മാർക്കറ്റിൽ ഇവർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനു മുമ്പേ ഇവർ ഇതായി പോകുമോ എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ വെറുക്കും, അല്ലെങ്കിൽ കയ്യിലുള്ള കാശെല്ലാം പോയി വലിയ പ്രോബ്ലംസ് ഉണ്ടാകും. കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റ് കഴിഞ്ഞ 6 മാസം കൊണ്ട് പലരും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. സ്വിങ്ങിൻ്റെ കേസാണ്, ലോങ് ടൈമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. കാരണം അന്ന് വലിയ ബുള്ളിഷ് നടത്തിയ പല സ്റ്റോക്കുകളും 50% അധികം കറക്ഷൻസ് തന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു ബുൾ മാർക്കറ്റ് എൻഡ്. ആ ബിയർ മാർക്കറ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അനാവശ്യമായിട്ട് ആവറേജ് ചെയ്ത്, അനാവശ്യമായിട്ട് സ്റ്റോക്കുകൾ ആഡ് ചെയ്ത്, വാല്യുവേഷനെ കുറിച്ച് യാതൊരു ധാരണയില്ലെങ്കിൽ നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങളെ പണിഷ് ചെയ്തിരിക്കും. വാല്യുവേഷനെ കുറിച്ച് പഠിക്കുക, കമ്പയർ ചെയ്യുക, ഏത് സെക്ടറാണ് ഇപ്പോൾ റൈറ്റ് വാല്യുവേഷൻ. ഇപ്പോൾ നമ്മൾ പല വീഡിയോസിലും പല പോഡ്കാസ്റ്റുകളിലും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്താണ് പറഞ്ഞത്, നമ്മുടെ ഏത് വാല്യുവേഷൻ, ബാങ്കാണ് ഓൺലൈനിൽ ഏറ്റവും ഭേദമായിട്ടുള്ള വാല്യുവേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഓട്ടോ അത്യാവശ്യം നല്ല വാല്യുവേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തി എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയുള്ള ഫാർമേനെ കുറിച്ചിട്ടും IT കുറിച്ചിട്ടും നമ്മൾ റെഗുലറായിട്ട് പറഞ്ഞു. ഈ സെക്ടറുകളൊക്കെ പിടിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ നമ്മൾ മറ്റു സെക്ടറുകളുടെ അവസ്ഥ എന്താണ്? ഭയങ്കരമായിട്ടുള്ള കറക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറയും മാർക്കറ്റിൽ ബീറിഷ്നെസ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ഇത്രയും വലിയൊരു കറക്ഷൻ വന്നതുകൊണ്ട് മാർക്കറ്റ് ബീറിഷായി എന്നുള്ളൊരു ന്യൂസ് മൊത്തത്തിൽ സ്പ്രെഡാവും. എല്ലാ ആളുകളും, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാത്ത ആളുകൾ പോലും മാർക്കറ്റൊക്കെ മൊത്തം പൊട്ടിയിരിക്കുകയാണല്ലേ എന്ന് സംസാരിക്കും. നാളത്തെ മനോരമ പത്രം നോക്കുമ്പോൾ മാർക്കറ്റ് അടപടലം പൊട്ടി 5 ലക്ഷം കോടി രൂപ നഷ്ടപ്പെട്ടു എന്നായിരിക്കും ന്യൂസ് വരാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ഇത് കണ്ടിട്ട് എന്തായിരിക്കും അടുത്ത റൗണ്ട് എല്ലാവരും ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കും. ആളുകൾ കൂടുതൽ പാനിക്കാകുമ്പോൾ വലിയ വലിയ പ്ലെയേഴ്സിന് നല്ല പ്രൈസിലുള്ള എക്സിറ്റ് കിട്ടില്ല. നാളെ മാർക്കറ്റ് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഇതേ സ്പീഡിൽ താഴ്ത്തോട്ട് പോയാൽ അവർക്ക് എക്സിറ്റ് കിട്ടില്ല. അവർക്ക് എക്സിറ്റ് കിട്ടണമെങ്കിൽ, ഇന്ന് അവർ നല്ല രീതിയിൽ എക്സിറ്റ് ചെയ്തു, ഇനി അവർക്ക് എക്സിറ്റ് കിട്ടണമെങ്കിൽ ഇവിടെ ഒരു 3-4 ദിവസം കൺസോളിഡേറ്റ് ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യും? അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിനെ പൊട്ടിക്കാതെ പിടിച്ചു നിർത്താനാണ് സാധ്യത. ആഫ്റ്റർ ദാറ്റ് എല്ലാവരും റീറ്റെയിലേഴ്സിന് ഹോപ്പ് ഉണ്ടാവും, തീർന്നു 23,000-ൽ പിടിച്ചു നിർത്തി, അടുത്ത് ആഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അവർ വീണ്ടും ആഡ് ചെയ്ത് തുടങ്ങും, ഒരു ഇച്ചിരി ബൗൺസ് ചെയ്യും. ഇതിൻ്റെ ഇരട്ടി അടുത്ത റൗണ്ടിൽ ചിലപ്പോൾ മാർക്കറ്റിനെ പൊട്ടിക്കും. ഇതായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നത് മാർച്ച് 20 വരെ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ മോദി ട്രംപ് കൂടിക്കാഴ്ച വരെ FISൻ്റെ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ ഒരു ബെയറിഷ്നെസ് നമ്മൾ ഫേസ് ചെയ്തേ മതിയാവും. ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോസിൽ വന്ന് ഇരിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ എന്തായാലും നെഗറ്റീവ് തന്നെയാണ്. ആൻഡ് ഇനി അല്ല, നമ്മൾ റീസെന്റ് കഴിഞ്ഞ ഒരു കൊല്ലത്തിലൊക്കെ വാങ്ങിയ എല്ലാ സ്റ്റോക്കുകളും ലോസിൽ തന്നെയാണ്, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അതന്നെ. അല്ല, അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ അവരുടെ കാര്യം മാത്രമായിട്ട് അവർക്ക് ഫീൽ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാനുള്ള സമയമല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽ എന്തൊരു അഡ്വൈസ് ആയിരിക്കും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കും? എപ്പോഴും നല്ല ട്രേഡേഴ്സ് ഉണ്ടാകുന്നത് ബീറിഷ് മാർക്കറ്റിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷം നോക്കുകയാണെങ്കിൽ ഒത്തിരി ട്രേഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും നല്ല കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത ആളുകൾ പോലും നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരോടൊക്കെ കഴിഞ്ഞ സെപ്റ്റംബറിൽ മാർക്കറ്റ് പീക്കിലാണ് വിൽക്കാൻ പറയുമ്പോൾ അവരെന്താ പറയാമെന്നറിയോ? ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ നല്ല സ്റ്റോക്സാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ അവരുടെ കോൺഫിഡൻസ് കുറഞ്ഞു വരുന്നില്ലേ? അന്നത്തെ കോൺഫിഡൻസ് ഇന്ന് അവർക്കില്ല. പലർക്കും ആവറേജ് ചെയ്യാൻ പോയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് നോക്കാൻ തന്നെ പേടിയാണ്. അപ്പോൾ ബീറിഷ് മാർക്കറ്റാണ് നല്ല
ട്രേഡേഴ്സിന് ഉണ്ടാക്കാം. ബീറിഷ് മാർക്കറ്റ് സർവൈവ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നോക്കേണ്ടത്. അതെങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കും? ആവശ്യമില്ലാത്ത എക്സ്പോഷേഴ്സ് എടുക്കാതെ വാല്യൂ നോക്കി ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഞാനെടുത്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പലതും 10-15% താഴെ പോയിട്ടുണ്ട്. നമ്മളെടുത്ത ചില മിഡ് ക്യാപ് സ്റ്റോക്കുകൾ ചിലപ്പോൾ 25% കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റോക്കുകളിൽ നമ്മുടെ വ്യൂ എന്താണ്? അടുത്ത 3 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ അടുത്ത 5 കൊല്ലത്തേക്കാണ്. സ്വിംഗ് ട്രേഡിങ്ങിന് നമ്മളെടുത്തതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസുകളും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒക്ടോബറിന് ശേഷം അല്ലെങ്കിൽ ഒക്ടോബർ അവസാനത്തിന് ശേഷം നമ്മൾ സ്വിങ്ങിൽ എൻട്രി എടുത്തിട്ടില്ല. നമ്മൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്? മാർച്ചിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ലോങ് ടൈം എൻട്രീസ് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ഈ സെപ്റ്റംബറിന് ശേഷം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ആക്ച്വലി എല്ലാവരും ചെയ്യേണ്ടത്. വാല്യൂ നോക്കി ലോങ് ടൈമിലോട്ട് എൻട്രി ചെയ്യാനും സിസ്റ്റമാറ്റിക്കായിട്ട് സ്വിംഗ് ട്രേഡ് ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ബീറിഷ് മാർക്കറ്റിൽ വലിയ വലിയ ലോസുകൾ മേടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പുതിയതായിട്ട് എൻട്രി ചെയ്യുന്ന ആളുകൾക്ക് എൻട്രി ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച. ഞാനിപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമ്മുടെ തന്നെ ചോദിക്കുമ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് മേടിച്ചത് ഇത്ര പൈസയ്ക്കാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇത്രയും പൈസയ്ക്ക് കിട്ടും, അപ്പോൾ ആർക്കാ ലാഭം? അങ്ങനെ തന്നെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം പ്രൈസ് കുറഞ്ഞാണ് നിൽക്കുന്നത്. ഇപ്പോൾ HDFC ബാങ്ക് 2021 പോലത്തെ ഒരു എൻട്രി 2021 എൻട്രി എടുത്തെങ്കിൽ ഭയങ്കര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ, അതുപോലൊരു സമയത്തേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. 2025-2021 ഉണ്ടാക്കിയ ഓപ്പർച്യൂണിറ്റിയിലോട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പം ആ വാല്യുവേഷനിലോട്ടാണ് മാർക്കറ്റ്. അതായത് എനിക്കിപ്പോൾ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പേടിച്ച് എക്സിറ്റ് ചെയ്ത് കാശ് ആ ലോസ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഈ സ്റ്റോക്ക് എടുത്തിട്ട് ഇതെൻ്റെ കയ്യിൽ ഇത്ര പൈസക്ക് ഉണ്ടായിരുന്ന, ഇപ്പോൾ ഇതിന് ഇത്രയും പൈസ. അവിടെ ഒരു പ്രശ്നമുണ്ട്, വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഞാൻ നല്ല സ്റ്റോക്കുകളുടെ കാര്യം പറഞ്ഞത്, അല്ലാതെ 10 മീൻസ് വളരെ വാല്യുവേഷൻ കുറഞ്ഞ സ്റ്റോക്കുകൾ എടുത്ത് വെച്ചിട്ട് ഉള്ള കാര്യമല്ല. ചിലപ്പോൾ അത് എക്സിറ്റ് നല്ലതായിരിക്കും, ആ എക്സിറ്റ് ചിലപ്പോൾ ഗുഡ് ഡിസിഷൻ ആയിരിക്കും. എന്നിട്ട് നല്ല വാല്യുവേഷനിലുള്ള സ്റ്റോക്കുകളിലോട്ട് നമ്മൾ പോകാം. ബീറിഷ് മാർക്കറ്റിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? ബീറിഷ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ നോക്കാതിരിക്കുക, തുറക്കരുത്. പോർട്ട്ഫോളിയോ നോക്കാതിരിക്കുക. പക്ഷെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യാതിരിക്കേണ്ട കാര്യം പോർട്ട്ഫോളിയോ നോക്കാതിരിക്കണം. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെക്ടറുകളിലും പോയിട്ട് ബീറിഷ് മാർക്കറ്റിൽ പിടിച്ച് നിന്ന നല്ല ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല വാല്യുവേഷനിൽ കിടക്കുന്ന നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് SIP മോഡലിൽ പോർട്ട്ഫോളിയോയിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകളെ ആഡ് ചെയ്യുക. അടുത്ത ബുള്ളിഷ് റാലി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അടുത്ത ബുള്ളിഷ് റാലിയിൽ നല്ല പ്രോഫിറ്റ് എടുത്ത് പുറത്തിറങ്ങും. എന്തായാലും വളരെ സങ്കടമുണ്ട് ഇന്നത്തെ മാർക്കറ്റ് കണ്ടിട്ട്, ശരിക്കും വളരെ പേടിച്ചു പോയി. എന്തായാലും നമ്മൾ എക്സ്പെക്റ്റഡ് എന്ന് പറയുമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു, നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്ക് ഒരുപാട് വീക്ക്നെസ്സുകൾ. ഇന്നത്തെ മാർക്കറ്റിൽ ഓപ്ഷൻ ചെയ്യുന്നവർക്ക് പോലും എൻട്രി പോലും എടുക്കാൻ പറ്റുന്നൊന്നുണ്ടായിരുന്നില്ല. കാരണം പ്രീമിയത്തിൻ്റെ ബിഹേവിയർ ഉണ്ടല്ലോ, ഭയങ്കര സ്ട്രേഞ്ച് ബിഹേവിയറാണ്. രാവിലെ ഉണ്ടായിരുന്ന കോൾ ഓപ്ഷൻ രാവിലെ ഉണ്ടായിരുന്ന പുട്ട് ഓപ്ഷൻ മാർക്കറ്റ് ഇടിഞ്ഞു കഴിയുമ്പോൾ പുട്ടിൻ്റെ വാല്യൂ കുറയുന്നു. ആഫ്റ്റർ ദാറ്റ് ഒരു 10x ആയിട്ട് പുട്ടിൻ്റെ വാല്യൂ കൂടുന്നു. അതിന് ചെറിയ ബൗൺസിൽ വീണ്ടും രാവിലത്തെ പ്രൈസിലോട്ട് ഭയങ്കര. എനിക്ക് ഓർക്കണം, നമ്മളൊരു മരത്തിന് മുകളിൽ കയറിക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുലുക്കി ഇറങ്ങടാ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പ്രീമിയം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ റീറ്റെയിലേഴ്സിനെ ഔട്ട് ചെയ്യുക, വാഷ് ഔട്ട് ചെയ്യുക എന്നുള്ള ഇതാണ് ബുള്ളിഷ് മാർക്കറ്റിൻ്റെ എൻഡ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓപ്ഷൻസിൽ ഇന്നത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബ്രേക്ക് ചെയ്ത് വിത്തിൻ സെക്കൻഡിൽ താഴെത്തി എന്നുള്ളതാണ്. നമുക്കൊരു എൻഡ് കാലെടുത്ത് വെക്കാനുള്ള സമയം പോലും നമുക്കൊന്നും തന്നില്ല, അത്രയും ക്വിക്കായിരുന്നു. റീറ്റെയിലേഴ്സിന് മാർക്കറ്റ് ഓരോ ദിവസവും കൂടുതൽ ടഫായിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ റൈറ്റായിട്ട് മാർക്കറ്റിനെ കാണുക. പോർട്ട്ഫോളിയോ ഹെഡ്ജൊക്കെ നമ്മളന്നും പോർട്ട്ഫോളിയോ ഹെഡ്ജ് എല്ലാ മാസവും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ 3 മാസമായിട്ട്. അതൊക്കെ ഇന്ന് നമുക്ക് നല്ല ബെനിഫിറ്റ്സ് ആണ് എല്ലാ മാസവും നമുക്ക് ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഓപ്ഷൻസിനൊക്കെ കൂടുതലും പോർട്ട്ഫോളിയോ ഹെഡ്ജിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു ഹോപ്പ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുവരെ ഈ ബെയറിഷ്നസ് ഉണ്ടാവും എന്നുള്ളൊരു ഇത് എല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.